السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام وإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأتموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. അള്ളാഹു പറയുന്നു, ഓരോ സമുദായത്തിനും നാം ബലിയുടെ ഓരോ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് നൽകിയ നാൽക്കാലി മൃഗങ്ങളുടെ മേൽ അവർ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഓർമ്മിക്കുക, നിങ്ങളുടെ ദൈവം ഒരേ ഒരു ദൈവമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ അവന് മാത്രം വഴിപ്പെടുവിൻ. അള്ളാഹുവിന് മുമ്പിൽ വിനയം കാണിക്കുന്നവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അവരുടെ മുമ്പിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ഭയന്നു വിറക്കുന്നതാണ്. തങ്ങളെ ബാധിക്കുന്ന വിപത്തുകളിൽ സഹനം കൈക്കൊള്ളുന്നവരും നമസ്കാരം നിലനിർത്തുന്നവരുമാണ് അവർ. നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ബലിയർപ്പിക്കാനുള്ള ഒട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കതിൽ നന്മയുണ്ട്. നിങ്ങൾ അവയെ അറുക്കുന്നതിന് വേണ്ടി അണികളാക്കി നിർത്തിക്കൊണ്ട് അവയുടെ മേൽ അള്ളാഹുവിൻ്റെ നാം ഉച്ചരിക്കുക. അങ്ങനെ അവയെ
അവയുടെ പാർശ്വങ്ങൾ നിലത്ത് വീണു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കുക. ഉള്ളതിൽ സ്വയം തൃപ്തരാകുന്നവരെയും ദാരിദ്ര്യം വെളിപ്പെടുത്തുന്നവരെയും അവരെയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. ഇപ്രകാരം നാം അവരെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടി. അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിൽ ഒരിക്കലും എത്തുകയില്ല, പക്ഷേ നിങ്ങളുടെ ഹൃദയഭക്തിയാണ് അവനിൽ എത്തിച്ചേരുക. ഇപ്രകാരം അവൻ അവയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് നിർമാർഗം കാണിച്ചു തന്ന നിമിത്തം നിങ്ങളവയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി സദ്വൃത്തന്മാരെ നീ സന്തോഷം അറിയിക്കുക. ഈ ആയത്തിൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത് കുർബാനിയുടെ ഉദ്ദേശം എന്നുള്ളത് മൃഗങ്ങളെ കുർബാന ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ബലിപെരുന്നാളിൽ നമ്മൾ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നു. മറിച്ച് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളത്, ഏറ്റവും ഉത്തമമായിരിക്കുന്ന വസ്തുക്കളെ നിസ്സാരമായതിനു വേണ്ടി കുർബാൻ ചെയ്യുന്നു, അങ്ങനെയുള്ള കുർബാന ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സൃഷ്ടിച്ച അള്ളാഹുവിന് വേണ്ടി നിങ്ങളെ സ്വയം ചെയ്യാൻ തയ്യാറായിത്തിരിക്കുക. അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി എന്നുള്ളത്. അപ്പോഴും തന്നെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവേണ്ട കാര്യം നിങ്ങൾക്കൊരു ആരാധ്യനുണ്ട് എന്നുള്ളതാണ്, അള്ളാഹുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നു. എപ്പോഴും തന്നെ ആ അള്ളാഹുവിനെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഏതെല്ലാം കൽപ്പനകളാണോ അള്ളാഹു തആല നിങ്ങൾക്ക് നൽകുന്നത്, ഇതനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു പറയുന്നു, ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതാണ് യഥാർത്ഥ മാർഗം. ഇതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടാണ് നിങ്ങൾക്ക് ത്യാഗത്തിൻ്റെ ഉന്നതമായിരിക്കുന്ന നിലവാരം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുക. മൃഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്നത് പോലെ, കുർബാൻ ആവുന്നത് പോലെ, നിങ്ങൾ അവരുടെ കഴുത്ത് നിങ്ങളുടെ കത്തിക്ക് മുമ്പിൽ വെക്കുന്നത് പോലെ നിങ്ങളും അള്ളാഹുവിന് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തിക്കൊണ്ട് എല്ലാ രീതിയിലുള്ള ത്യാഗങ്ങൾക്കും നിങ്ങളും തയ്യാറാവുക. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി നിങ്ങൾ മാറുക. ഈ മാംസം നിങ്ങൾ തിന്നുന്ന മാംസം, അതേപോലെ തന്നെ പരസ്പരം നമ്മൾ തീറ്റിക്കുകയും ചെയ്യുന്നു. ഈ രക്തം, അതായത് നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ഒഴുകുന്ന രക്തം ഒരു കാര്യവും ഒരു ഫലവും നൽകുന്നതല്ല. അള്ളാഹുവിന് ഇതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അള്ളാഹു നിങ്ങളുടെ തഖ്വയിൽ മുന്നേറുന്നതിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു നിങ്ങളോട് ആഗ്രഹിക്കുന്നത് എൻ്റെ ഭയഭക്തി നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത് ഞാൻ ഏത് രീതിയിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന്. ഈ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും തന്നെ ഓർത്തിരിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഇബാദത്ത്, അള്ളാഹുവിൻ്റെ തൗഹീദ് സ്ഥാപിക്കുന്നതിന് വേണ്ടി, ഏകത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. ഇക്കാലത്ത് അഹമ്മദിയ ജമാഅത്തിൽ പാകിസ്ഥാനിൽ അവിടെ കുർബാന ചെയ്യുന്നതിന് നമ്മളെ തടഞ്ഞിരിക്കുകയാണ്. എപ്പോഴും എത്രയോ വർഷങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് അവിടെ കുർബാന ചെയ്യാൻ അവസരം നൽകുന്നതില്ല. യഥാർത്ഥത്തിൽ വേണ്ടത് അള്ളാഹു പറയുന്നത് തഖ്വയാണ് വേണ്ടത്. കുർബാന ചെയ്യാൻ വേണ്ടി, ബലിയർപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് അനുവാദമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നിയ്യത്തുകളെ അള്ളാഹുവിന് അറിയാം. ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഏതൊരു നിയ്യത്തോടു കൂടിയാണ് നമ്മൾ കുർബാന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിയ്യത്തുകൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ തഖ്വയിൽ മുന്നേറിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ത്യാഗം ചെയ്യാനുള്ള, കുർബാന ചെയ്യാനുള്ള, ബലികർമ്മം ചെയ്യാനുള്ള അതാണെങ്കിൽ നമ്മൾ കുർബാന ചെയ്യുന്നില്ലെങ്കിലും അള്ളാഹു തആല നമ്മുടെ കുർബാനികൾ അത് സ്വീകരിക്കുന്നതാണ്. ഇവർ കാണിക്കാൻ വേണ്ടി വലിയ വലിയ ബലികൾ അർപ്പിക്കുന്നു, കുർബാനികൾ ചെയ്യുന്നു. ലക്ഷക്കണക്കിനുള്ള മൃഗങ്ങളെ കൊണ്ടുവന്നു അവർ പ്രഖ്യാപിക്കുന്നു, ഇത്ര ലക്ഷത്തിൻ്റെ മൃഗമാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ബലികർപ്പിക്കാൻ വേണ്ടി. ഇതെല്ലാം കാണിക്കാൻ വേണ്ടിയാണ്. തഖ്വയില്ലാത്ത കുർബാനികളാണ്, ത്യാഗങ്ങളാണ്, ബലികളാണ്. ഇവരൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? അള്ളാഹു ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു നിങ്ങളോട് അവരോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അക്രമം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇബാദത്തിൽ തടയാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു ഇത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹു എല്ലാ വ്യക്തിയോടും
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് ചൊല്ലുന്ന ഓരോരുത്തരോടും പറഞ്ഞിരിക്കുന്നത് അവൻ മുസ്ലിമാണ് എന്നുള്ളതാണ്. കലിമ ചൊല്ലുന്ന വ്യക്തിക്ക് മുസ്ലിമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ അവരോട് കാരുണ്യത്തോടു കൂടി സൗഹൃദത്തോടു കൂടി വർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ കൂട്ടാർ ഈ കാലത്ത് പാകിസ്ഥാനിലുള്ള അഹമ്മദികൾക്കെതിരിൽ ചെയ്യുന്ന ഈ കുസ്തിത പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ പൂർണ്ണമായും തഖ്വയിൽ നിന്നും അകറ്റുന്നതാണ്. അള്ളാഹുവിൻ്റെ ഭയത്തിൽ നിന്നും അവർ അകന്നിരിക്കുന്നവരാണിവർ. വ്യക്തമായ രീതിയിൽ അക്രമമാണിത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ വരുന്നവരാണിവർ. ഏതായിരുന്നാലും നമുക്ക് എപ്പോഴും തന്നെ ചെയ്യേണ്ടത്, നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ കുർബാനികൾ, ഈ ബലികൾ അള്ളാഹു നമ്മളോട് പറഞ്ഞതുപോലെ ഈ കുർബാനികൾ തഖ്വ നൽകാൻ വേണ്ടിയുള്ളതാണ്, അള്ളാഹുവിൻ്റെ സാമീപ്യം നൽകാനുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായി നമ്മുടെ കഴിവനുസരിച്ച് അനുസരിക്കേണ്ടതാണ് നമ്മൾ ചെയ്യുമ്പോൾ. നമ്മുടെ പെരുന്നാൾ നമുക്ക് ബലി തീർക്കാൻ കഴിയാത്തതാണെങ്കിൽ പോലും അപ്പോൾ പോലും അള്ളാഹു നമ്മുടെ നെയ്യത്തുകളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്ന അള്ളാഹു നമ്മുടെ ത്യാഗങ്ങൾ, നമ്മുടെ കുർബാനികൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഇതിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് ഫലമെടുക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യുന്നതാണ്. കാരണം അള്ളാഹു വ്യക്തമായി പറയുന്നത് ഇത് നിങ്ങളുടെ രക്തമോ മാംസമോ അല്ല എനിക്ക് എത്തുക എന്നുള്ളതാണ്, പക്ഷേ തഖ്വയാണ് എന്നിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും തന്നെ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. ആ കൽപ്പനകളനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകൾ, അള്ളാഹു ഏതെല്ലാം കൽപ്പനകളാണ് നൽകിയിരിക്കുന്നത് വ്യക്തമായി അത് നൽകിക്കൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ ജനത്തിൻ്റെ ലക്ഷ്യം തന്നെ ദാസത്വം സ്വീകരിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ കരസ്ഥമാകുന്നത് എപ്പോഴാണ്? അള്ളാഹു സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുമ്പോൾ. സൃഷ്ടികളോടുള്ള കടപ്പാടുകളും സൃഷ്ടാടുകളോടുള്ള കടപ്പാടും നിറവേറ്റുമ്പോഴാണ് ഇത് ലഭിക്കുക. ആദ്യത്തെ കാര്യം അള്ളാഹുവിനോട് കടപ്പാട് എന്താണ്? നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. 5 നേരം നമസ്കാരങ്ങൾ നടത്തണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിർവഹിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 5 നേരം നമസ്കാരങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇത് മാത്രമല്ല 5 നേരം നമസ്കാരം ഏത് രീതിയിൽ അങ്ങ് അനുഷ്ഠിച്ചു കുമ്പിട്ട് നിർന്നു എന്നുള്ളതല്ല, പള്ളിയിൽ പോയി നിങ്ങൾ ജമാഅത്തായി അനുഷ്ഠിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇക്കാലത്ത് നമ്മുടെ അവസ്ഥ ഇതാണ്. എല്ലാ രീതിയിലും നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഉദാഹരണമായിട്ട് നമ്മുടെ ഇബാദത്തുകളിൽ നമ്മളവിടെ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മൾ നമസ്കരിക്കാൻ പോലും നമ്മൾ അനുവദിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വീട്ടിലൊരുമിച്ച് ചേർന്നുകൊണ്ട് എവിടെ നമ്മളെ പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെ നമസ്കരിക്കാവുന്നതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ സവിധത്തിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ ശത്രുക്കളിൽ നിന്ന് നമ്മൾ മോക്ഷം പ്രാപിക്കുന്നവരായി മാറുന്നതാണ്, അള്ളാഹുവിൻ്റെ ഫദ്ൽ കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറുന്നതാണ്. ഏറ്റവും വലിയ കുർബാനി എന്നുള്ളത്, ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് ഈ കുർബാനിയുടെ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കുർബാനികൾ, ആ കുർബാനിയുടെ കടമ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മളുടേതായിരിക്കുന്ന ഇബാദത്തുകളുടെ കടമ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും ഹാജരാകുക, നമ്മൾ വരിക. അള്ളാഹുവിന് മുമ്പിൽ ഒരു മൃഗം ബലിയർപ്പിക്കുന്ന മൃഗം പിടയുന്നത് പോലെ അള്ളാഹുവിന് മുമ്പിൽ നിങ്ങൾ പിടയുക, കരഞ്ഞുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ ഫദ്ൽ കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ അസ്വസ്ഥരായിക്കൊണ്ട് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോഴാണ് അള്ളാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കുക. അപ്പോഴാണ് ഈ ലാലിമ്യങ്ങളിൽ നിന്ന്, അക്രമികളിൽ നിന്ന് നമുക്ക് മോചനം അള്ളാഹു നൽകുകയും ചെയ്യുക. പാകിസ്ഥാനിൽ താമസിക്കുന്ന അഹമ്മദികളോട് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, അവർക്ക് പ്രയാസമുണ്ടാകുമ്പോഴാണല്ലോ വേദനിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. ഏതായിരുന്നാലും ഏറ്റവും ഒന്നാമത്തെ കാര്യമായി പറയാനുള്ളത് അള്ളാഹുവിൻ്റെ കടമ നിറവേറ്റുന്ന കാര്യത്തിൽ നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ഉടമസ്ഥരായി നമ്മൾ മാറുന്നതാണ് ഇൻഷാ അല്ലാഹു തആല. നമസ്കാരം അത് എന്തോ ഒന്ന് ഒഴിച്ചു തീർക്കാൻ വേണ്ടിയുള്ള ഒരു കടമ നിറവേറ്റുന്നതിന് വേണ്ടി നിർവഹിക്കലല്ല വേണ്ടത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കടമ എന്താണ് അതനുസരിച്ച് നിർവഹിക്കണം. 5 നേരം നമസ്കാരം അത് ഭംഗിയായിട്ട് നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്.
ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തആല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഫضൽ നമുക്ക് ലഭിക്കുന്നതാണ്. ശത്രുക്കൾ നമ്മുടെ മാർഗത്തിൽ എന്തെല്ലാം തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത് അതെല്ലാം തന്നെ നാമാവശേഷമാക്കുന്നതാണ്. അതെല്ലാം കാറ്റിൽ പറത്തപ്പെടുന്നതായിരിക്കും. നമ്മൾ പ്രതിജ്ഞ ചെയ്യുക ഇന്ന് നാം നമ്മുടെ ഇബാദത്തുകളുടെ പദവികൾ ഉയർത്തുന്നതാണ്. ആ പദവികൾ അതായത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഉന്നതമായിരിക്കുന്ന നിലവാരം കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. പല നാടുകളിലും യൂറോപ്പിലും നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈദ് നാളെയാണ്, പെരുന്നാൾ നാളെയാണ്. പാകിസ്ഥാനിൽ നാളെയാണ് അവിടെ പെരുന്നാൾ. അവരും ഈ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈദ് അനുഷ്ഠിക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ ഇങ്ങനെ അവിടെ ഈദ് നിസ്കരിക്കാൻ അവരാ നൽകില്ല. പാകിസ്ഥാനിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈദ് അനുവദിക്കുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പല രീതിയിലുള്ള നിബന്ധനകളും പലവിധ തടസ്സങ്ങളും സൃഷ്ടിച്ചിരിക്കുകയാണ്. നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ അസ്വസ്ഥതയോ നിരാശ കൊണ്ടുവരരുത്. നിങ്ങൾ വീടുകളിൽ ഈദ് നിസ്കരിക്കുക, എന്നാൽ പ്രതിജ്ഞ ചെയ്യുക, അള്ളാഹുവിനോടുള്ള കടമ ഞങ്ങൾ നിറവേറ്റുന്നതാണ്. ഞങ്ങളെ ഇബാദത്തുകളുടെ നിലവാരം ഉന്നതത്തിൽ അള്ളാഹുവിന് മുമ്പിൽ സവിധത്തിൽ സമർപ്പിക്കുന്ന രീതിയിൽ, അള്ളാഹുവിൻ്റെ അർഷിൻ്റെ കാലുകൾ കുലുങ്ങുന്ന രീതിയിൽ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ സവിധത്തിൽ പോകുന്നതാണ് എന്നുള്ളത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഫضൽ അനിതര സാധാരണമായിരിക്കുന്ന ഫضൽ അള്ളാഹു നമുക്ക് ഞങ്ങളിൽ ഇറക്കട്ടെ. അങ്ങനെ ശത്രുക്കളെ കാറ്റിൽ പറത്തുമാറാകട്ടെ. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ താൽക്കാലികമായി തടസ്സങ്ങൾ നീക്കപ്പെടുന്നതാണ്. എതിരാളികൾ ശത്രുത കാരണത്താൽ ഓരോ നിമിഷവും നമ്മളെ മുമ്പിൽ ഈ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് നേരിടേണ്ടി വരുന്നു. ഇതെല്ലാം തന്നെ അള്ളാഹു കാറ്റിൽ പറത്തുന്നതായിരിക്കും. നമസ്കാരത്തിൻ്റെ കടമ നിറവേറ്റാൻ വേണ്ടി, ഇബാദത്തിൻ്റെ കടമ നിറവേറ്റാൻ വേണ്ടി പൂർണ്ണമായി നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് ഇത് സംബന്ധമായി പറയുന്നു. ഈ ഇബാദത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്നാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യന് അള്ളാഹുമായിട്ട് ഭയപ്പെടേണ്ട രീതിയിൽ ഭയപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഭയം മനുഷ്യനിൽ പരിശുദ്ധതയിലൂടെ ആ നീരുറവിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഹൃദയം ഉരുകിക്കൊണ്ട് ഹൃദയം അള്ളാഹുവിലേക്ക് ഒഴുകുന്നതാണ്. അങ്ങനെ യഥാർത്ഥ ഉലൂഹിയത്തിൻ്റെ ദൈവത്വം അവനിൽ ഉണ്ടായിത്തീർന്നതാണ്. ഇതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അതായത് അത് നമ്മൾ അള്ളാഹുവിൻ്റെ ഭയത്താൽ പരിശുദ്ധിയുടെ നീറുറവിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കണം. നമ്മൾ ആത്മാവ് ഒരുക്കിയൊലിക്കണം. അങ്ങനെ അള്ളാഹു അബദാണ് എന്നുള്ള കടമ നിറവേറ്റുന്നവരായി മാറണം. നമ്മുടെ ദുആയുടെ ആ കടമ നിറവേറ്റുന്നവരായി മാറണം. മറ്റൊരു ഭാഗം എന്നുള്ളത് ഇബാദത്തിൻ്റെത് അള്ളാഹുവിനെ മനുഷ്യൻ സ്നേഹിക്കുക, മുഹബ്ബത്ത് ചെയ്യേണ്ട രീതിയിൽ, സ്നേഹിക്കേണ്ട രീതിയിൽ അള്ളാഹുവിനെ സ്നേഹിക്കുക. വല്ലസീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്നാണ് ഇത് സംബന്ധമായി ഖുർആൻ പറയുന്നത്. ഭൗതികമായ എല്ലാ സ്നേഹങ്ങളും അത് നശിക്കുന്നതുമാണ്, അത് താൽക്കാലികമാണ്. യഥാർത്ഥ സ്നേഹിതനായ അള്ളാഹു ആണ് എൻ്റെ പ്രേമവാചനം എന്ന് മനസ്സിലാക്കുക. നമ്മൾ നോക്ക്, ഏത് ഇങ്ങനെയുള്ള സ്ഥാനം നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ? പൂർണ്ണമായ സ്നേഹം അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട്, അവൻ്റെ മുമ്പിൽ കുമ്പിട്ടുകൊണ്ട്, അവന് നമ്മൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. മറ്റെല്ലാ സ്നേഹങ്ങളും തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക. ഈ 2 കടമയാണ് നമ്മൾ മനുഷ്യന് അള്ളാഹു ആവശ്യപ്പെടുന്ന മനുഷ്യരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. 2 കടമകളാണ്. ഈ 2 കടമകൾ നിറവേറ്റാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള ഇബാദത്തിൽ ഒരു വിധത്തിലുള്ള ഒരു രൂപം അതിലെല്ലാം ഉണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ചില ഇബാദത്തുകളെ സംബന്ധിച്ച് ചില ഇബാദത്തുകൾ പ്രത്യേകിച്ച് അള്ളാഹു ചില ഇബാദത്തുകൾ വെച്ചിട്ടുണ്ട്. അത് ഭയവും സ്നേഹവും അത് ഒരുമിച്ച് കൂടുക എന്നുള്ളത് തന്നെ അസാധ്യമായിട്ട് നമുക്ക് നോക്കും. എന്നാൽ ഭയവും വേണം, സ്നേഹവും വേണം. അതെങ്ങനെ ഉണ്ടാവുക? അത് രണ്ടും ഒരുമിച്ച് കൂടണം എന്നാണ് ഇവിടെ പറയുന്നത്. അത്ഭുതമാണ് ഇത് രണ്ടും കൂടെ. പക്ഷേ പറയുന്നു മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അത് ഒരിക്കലും ഒരുമിച്ച് ഒരാൾക്ക് ഒരാളോട് ഭയപ്പെടുകയാണെങ്കിൽ അവരെങ്ങനെ പിന്നെ സ്നേഹിക്കുക? സാധ്യമാണോ അത്?
ഭയമുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ അള്ളാഹുവിൻ്റെ ഭയവും അള്ളാഹുവിനുള്ള സ്നേഹവും ഒരു പ്രത്യേക വർണ്ണനമായാണ് അതിനുള്ളത്. മനുഷ്യന് അള്ളാഹുവിനെ എത്രമാത്രം ഭയപ്പെടുന്നോ അത്രമാത്രം അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ദൈവിക സ്നേഹത്തിൽ വർദ്ധിക്കുന്നൊരിത് അവൻ അതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭയത്തിൽ തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നന്മയിലേക്ക് അവൻ കുതിക്കുന്നതായിരിക്കും. ഇതാണ് ആ ഭയം എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് ഉള്ള ഭയം എന്നുള്ളത് തിന്മകളിൽ നിന്നും ദേഷ്യ പ്രവർത്തികളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലം എന്താണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് സ്നേഹം വർദ്ധിക്കും എന്നുള്ളതാണ്. കൂടുതലായി സ്നേഹം ഉണ്ടാവും എന്നുള്ളതാണ്. സ്നേഹം വർദ്ധിക്കുമ്പോൾ ഭയമുണ്ടായിത്തീരുകയും ചെയ്യുന്നതാണ്. ഭയം വർദ്ധിക്കുമ്പോൾ പിന്നെ സ്നേഹം വർദ്ധിക്കുന്നത്, ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് തന്നെ രണ്ടും ഒരുമിച്ച് പോകേണ്ടതാണ് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴും. അപ്പോൾ ഇസ്ലാം ഈ രണ്ട് കടമ നിറവേറ്റുന്നതിന് വേണ്ടി ഒന്ന് നമസ്കാരമാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ അള്ളാഹുവിൻ്റെ ഭയമാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. സ്നേഹത്തിൻ്റെ ആ പ്രകടനത്തെ സംബന്ധിച്ച് പറയുന്നത് ഹജ്ജാണ് ഉള്ളത്. അതാണ് ഇന്ന് ഇക്കാലത്ത് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്രയോ ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്. ഹജ്ജിൻ്റെ ദിവസങ്ങളാണ് ഇത്. ഈ ഹജ്ജ് ദിവസം എന്നുള്ള സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ദിവസങ്ങളാണ്. ഇസ്ലാമിന് 2 അധ്യാപനങ്ങളാണുള്ളത്. ചിലപ്പോൾ നമ്മളോട് പറയുന്നത് ഈ 2 അധ്യാപനങ്ങൾ ചിലപ്പോൾ നമ്മൾ ഹജ്ജിന് പോകാനും തടയപ്പെടുന്നുണ്ട്. പക്ഷേ പല അഹമ്മദികളും ഹജ്ജിക്ക് പോകുന്നുണ്ട്, അതിൽ നിന്ന് ഫലമെടുക്കുന്നുണ്ട്. ഈ സ്നേഹപ്രകടനത്തിൽ നിന്ന് എങ്ങനെയാണ് ഫലമെടുക്കേണ്ടതെന്ന് അഹമ്മദികൾ അത് അവരെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമസ്കാരം എന്നുള്ളത് നമ്മളെപ്പോഴും അത് ആ ഇബാദത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭയം ഹൃദയങ്ങളിൽ ജനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ അത് ചെയ്യുന്നത്. അങ്ങനെ സ്നേഹം വർദ്ധിക്കുന്നതിന് വേണ്ടി, സ്നേഹം അതിൻ്റെ ഔന്നിത്യത്തിലെത്തുമ്പോൾ അത് പ്രകടമാക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് പറയുന്നു. പിന്നീട് ഹജ്ജിന് പോകാൻ വേണ്ടി പറയുന്നു. പിന്നീട് അതിനാണ് ഹജ്ജ് വച്ചിരിക്കുന്നത്. ആർക്കാണ് തൗഫീഖുള്ളത് അവർ ഹജ്ജ് ചെയ്യുന്നു, ഹജ്ജിന് പോകുന്നു. ഭയം എന്ന് പറഞ്ഞാൽ അത് നമസ്കാരത്തിൻ്റെ കർമ്മങ്ങളിൽ നിന്നും ഇതൊന്നും മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഇബാദത്തുമായിട്ട് എത്രമാത്രം കർമ്മങ്ങളാണ് അതിലുള്ളത്. ഇതേപോലെ തന്നെ സ്നേഹത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും തന്നെ നമുക്ക് ഹജ്ജിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ചിലപ്പോൾ വസ്ത്രം വലിച്ചെറിയുന്നു. നമുക്ക് ഇഷ്ക് എന്നുള്ളൊരു ഭ്രാന്താണ് ശരിക്കും പറയുന്നത്. അതിന് ഭ്രാന്ത് അത് എന്ന് പറഞ്ഞാൽ വസ്ത്രം എറിയുന്നു, എല്ലാം തന്നെ എറിയുന്നു. ഒരു സ്ത്രീ ഒരാളെ സ്നേഹിച്ചു പ്രേമിയായി, കാരണം അവരെ കാണുമ്പോൾ വസ്ത്രം കീറിയെറിയും. ഭൗതികമായിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇത് പറയുമ്പോൾ. പക്ഷെ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ സ്നേഹം നിങ്ങൾക്ക് അള്ളാഹുവിനോടുണ്ടാവേണ്ടേ? ഈ എല്ലാ കാര്യങ്ങളും ഹജ്ജിൽ നമുക്ക് കാണാൻ സാധിക്കും. വസ്ത്രമില്ലാത്തത്, സ്നേഹത്തിന് നമ്മൾ മുടി വലിച്ചെറിയുന്നു, ഓടുന്നു, അതേപോലെ തന്നെ ചുംബിക്കുന്നു, ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നു. ഇത് അള്ളാഹു അതെല്ലാം തന്നെ ഒരു ആലങ്കാരിക രൂപത്തിൽ അള്ളാഹുവിനോട് സ്നേഹം പ്രകടിപ്പിക്കലാണ്. അതേപോലെ തന്നെ വിശുദ്ധ കുർബാനി ചെയ്യുന്നു, അതും വലിയൊരു സ്നേഹമാണ്. അള്ളാഹുവിൻ്റെ സ്നേഹത്തെ പ്രകടനമാണ്, അവിടെ സ്നേഹത്തോടെ പ്രകടനമാണ്. അതേപോലെ തന്നെ അവിടെ മൃഗങ്ങൾ ബലി ചെയ്യുന്നുണ്ട്, അതും സ്നേഹത്തിൻ്റെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന മാർഗമാണ്. ഇസ്ലാം പൂർണ്ണമായ രീതിയിൽ ഈ എല്ലാ കടമകളും നിറവേറ്റാൻ വേണ്ടി നമുക്ക് പല കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിഡ്ഢികളായ ചില ആൾക്കാരുണ്ട്, അവർ ഒന്നും അറിയാതെ ആക്ഷേപിക്കുന്നു ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ. സ്നേഹപ്രകടനമാണ് യഥാർത്ഥ ഹജ്ജ്, സ്നേഹപ്രകടനമാണ് ബലികർമ്മം എന്നുള്ളത്. ഇത് നമ്മൾ മുമ്പിൽ വെക്കുകയാണെങ്കിൽ നമ്മളുടെ സ്നേഹം അത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എവിടെയെല്ലാം തടഞ്ഞാലും അള്ളാഹു നമ്മളെ ഹൃദയങ്ങളെ അവസ്ഥ അറിയുന്നവനാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെ വികാരങ്ങൾ അള്ളാഹു അറിയുന്നതാണ്. നമ്മളുടെ ഇബാദത്തുകളുടെ സ്ഥാനമാനങ്ങൾ അള്ളാഹു അറിയുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്കല്ലാഹു എളുപ്പങ്ങൾ ഉണ്ടാക്കി നൽകുന്നതാണ്. എതിരാളികൾ നമ്മുടെ ഇബാദത്തുകളിൽ നിന്ന് നമ്മളെ തടഞ്ഞാൽ തന്നെയും ഈ ഇബാദത്തുകളുടെ പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുന്നത്. നമ്മൾ ഏത് കാര്യത്തിൽ നിന്നാണ് തടയുന്നത് അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അള്ളാഹു വളരെ കൂടുതലായിട്ട് നമുക്ക് നൽകുന്നവനാണ്. അതുകൊണ്ട് ഇബാദത്തിൻ്റെ കടമ നിങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ, നമസ്കാരത്തെ കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, ഭംഗിയായി അനുഷ്ഠിക്കുകയാണെങ്കിൽ, സ്നേഹപ്രകടനത്തിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നമ്മൾ പ്രകടമാക്കുകയാണെങ്കിൽ, ഭയം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ ഭയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടി ഈ അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ഭയമാണെങ്കിൽ, അള്ളാഹു ഈ ഭയത്തെ സ്നേഹത്തിൽ മാറ്റിമറിക്കുന്നതാണ്. ഇത് മുഖേന നമുക്ക്
കൂടുതൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അള്ളാഹു ഈ അവസ്ഥകളെല്ലാം തന്നെ മാറ്റിമറിക്കുന്നതാണ്. ശത്രുക്കളുടെ എല്ലാ പരിശ്രമങ്ങളും തന്നെ പാഴാക്കി കളയുന്നതാണ്. അവരെ പരിശ്രമം എന്ന് പറഞ്ഞാൽ ആമുദിയത്ത് അവരുടെ വിശ്വാസത്തിൽ നിന്നും പിന്മാറണമെന്നുള്ളതാണ്. അതിലൊരിക്കലും അവർക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. ശക്തരായിരിക്കുന്ന അഹമ്മദികൾ അവർ ശക്തരായിരിക്കും. അവരുടെ ഹൃദയത്തിലാണ് ഈമാനുള്ളത്, വിശ്വാസമുള്ളത്. ഇവരുടെ കാഠിന്യത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും ഒരിക്കലും തന്നെ അവർ പിന്മാറുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഈ കുർബാനയുടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇബാദത്തുകളുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തുക, പദവികളെ ഉയർത്തുക. മൃഗങ്ങളെ അൽബിയർപ്പിക്കാൻ നമുക്ക് അനുവാദമില്ലെങ്കിൽ, നമുക്ക് ഒരുമിച്ച് ഈദ് ആഘോഷിക്കാനുള്ള തടസ്സങ്ങളാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ എത്ര തന്നെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുമോ അവിടെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സവിധത്തിൽ അവൻ്റെ ഇബാദത്തിൻ്റെ കടമ നിറവേറ്റിക്കൊണ്ട് അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ടതാണ്. പാകിസ്ഥാനിൽ താമസിക്കുന്ന പലരും തന്നെയുണ്ട്. അവരുടെ ബന്ധുക്കൾ പുറത്തുണ്ട്. അവർ പാകിസ്ഥാനിൽ കുർബാന ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർ മുഖേന പുറം രാജ്യങ്ങളിൽ അവർക്ക് കുർബാനികൾ ചെയ്യിപ്പിക്കാവുന്നതാണ്. ആഫ്രിക്ക നാടുകളിലുണ്ട്, പാവപ്പെട്ട ദരിദ്ര രാജ്യങ്ങളുണ്ട്, അവിടെയൊക്കെ കുർബാന ചെയ്യിപ്പിക്കാവുന്നതാണ്. പാകിസ്ഥാനിലെ അഹമ്മദികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ കാര്യം. നമ്മൾ നമ്മുടെ ഇബാദത്തുകളുടെ സ്ഥാനമാനങ്ങൾ ഏറ്റവും ഉയർത്തി കൊണ്ടുപോകേണ്ടതാണ്. അള്ളാഹുവിനോട് യഥാർത്ഥ സ്നേഹപ്രകടനമായിരിക്കണം. അത് മുഖേന അള്ളാഹുവിൻ്റെ ഭയം നമ്മുടെ ഹൃദയത്തിലുണ്ടായിത്തീരണം. ഇതുണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് കുർബാനിയുടെ ബലിയുടെ യഥാർത്ഥ ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സ്ഥലത്ത് നമ്മളെ തടയുന്നുണ്ടെങ്കിൽ കുർബാനി ചെയ്യാൻ വേണ്ടി മറ്റു മാർഗങ്ങൾ അല്ലാഹു നമുക്ക് കുർബാനിക്ക് തുറന്നിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, പാവങ്ങളെ ദരിദ്രരെ നിങ്ങൾ ശ്രദ്ധിക്കുക, വെറും ഭക്ഷണം നൽകേണ്ടത് വിശക്കുള്ളവരും അതുപോലെ തന്നെ ഈ യാചകർക്ക് മാത്രമല്ല കൊടുക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാൻ വേണ്ടി നമുക്ക് കുർബാന ചെയ്യാം. പാവങ്ങളെ സഹായിക്കുക, അവർക്കുള്ള ഭക്ഷണത്തിലുള്ള സംവിധാനം ഒരുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അവരുടെ കടമകൾ നിറവേറ്റാൻ വേണ്ടി കുർബാന ചെയ്യാൻ സാധിക്കുന്നത്. ജമാഅത്തിൽ അങ്ങനെയുള്ള പദ്ധതികളുണ്ട്, അങ്ങനെയുള്ള ഫണ്ടുകളുള്ളതാണ്. അതനുസരിച്ച് നമുക്കെല്ലാം തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പലരും തന്നെ അവർക്ക് അവരുടെ കുടുംബങ്ങൾ, അവരുടെ ബന്ധുക്കൾ മുഖേന പുറം രാജ്യങ്ങളിൽ ത്യാഗങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവരുടെ അനുഭവങ്ങളും പലരും എഴുതാറുണ്ട്. എങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അവർ കുർബാനികൾ ചെയ്തു. ജമാഅത്തിന് വേണ്ടി വെറും മൃഗങ്ങളുടെ കുർബാനയല്ല, ചന്തയുടെ സാമ്പത്തിക ത്യാഗങ്ങൾ അവർ ചെയ്ത്. ഇതിന് ചന്തകൾ നമ്മൾ ഈ രീതിയിലാണ് ത്യാഗങ്ങൾ ചെയ്തത് എന്നവർ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ അള്ളാഹു സ്വീകരിക്കുകയുണ്ടായി എന്നവർ പറയുന്നു. അള്ളാഹു തആല ഈ കുർബാനി ഈ ദിവസങ്ങളിൽ ഹജ്ജിനോടൊപ്പം വെച്ചിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹു മറ്റു ത്യാഗങ്ങൾക്കുള്ള പല സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ തടയുന്നുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. പാകിസ്ഥാനിൽ നിന്ന് അവിടെ ചെയ്യാൻ പറ്റില്ല, അവിടെ വിലക്കാണ്. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സന്ദേശം നിങ്ങൾക്ക് പ്രദേശങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തബ്ലീഗ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓരോ സ്ഥലത്ത് തടസ്സമുണ്ടെങ്കിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ, അവിടെ തടസ്സമില്ലാത്ത രാജ്യങ്ങളിൽ ഓരോ അഹമ്മദിയും തബ്ലീഗിൻ്റെ മൈതാനത്ത് മുന്നോട്ട് വരേണ്ടതാണ്. അങ്ങനെ ഈ സഹു നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ പ്രകടമാക്കുക. അള്ളാഹുവിൻ്റെ ഭയം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് മുന്നേറുക. അള്ളാഹു നമുക്ക് ഈ സ്നേഹപ്രകടനത്തെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതിൽ നിന്ന് ഫലമെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുവാനും കുറിക്കുമാറാകട്ടെ. ഇന്ന് ലോകം നാശത്തിൻ്റെ ആ വക്കിൽ തിരിക്കുകയാണ്. ഏതൊരവസ്ഥയിലും വളരെ ഭയാനകമായ ഒരു നാശത്തിലേക്ക് വീഴുന്നതാണ്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നമ്മൾ വളരെ കൂടുതൽ ലോകത്തോട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ലോകത്തിൻ്റെ രക്ഷ എന്നുള്ളത് അള്ളാഹുവിലേക്ക് വരിക എന്നുള്ളതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതും നമ്മുടെ കടമയാണ്. ഇതും കുർബാനിയുടെ ബലിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതും കൂടിയാണ്. ഈ അവസ്ഥ വെറും മൃഗങ്ങളുടെ കുർബാനി മാത്രമല്ല,
മാത്രമല്ല എന്ന് മനസ്സിലാക്കുക. ഇതും ഒരു കുർബാനിയാണ്, ഒരു ബലിയാണ്. നമ്മുടെ വക്തിനെ കുർബാൻ ചെയ്യുക, നമ്മുടെ സമ്പത്തിനെ കുർബാൻ ചെയ്യുക, ഈ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി എവിടെയെല്ലാം നമുക്ക് സാഹചര്യങ്ങളുണ്ടോ അതിനുവേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുക. അതവിടെ തന്നെ അള്ളാഹു ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടോ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അതും കുർബാനിയാണ്. അങ്ങനെയുള്ള സദസ്സുകൾ, അത് നമ്മുടെ സ്വഭാവദൂഷ്യമുള്ള സദസ്സുകൾ നമ്മൾ വിട്ടുക. അതല്ലെങ്കിൽ അതിന് നമുക്ക് അവിടെ ഭയമുണ്ട്, അവിടെ ഇരുന്ന് നമ്മൾ സ്വഭാവം ദൂഷ്യപ്പെടുന്നു, അതിൽ നിന്ന് വിട്ടു നിൽക്കുക. പല തെറ്റായ ഫിലിമുകൾ വരുന്നുണ്ട്, ടി വിയിലും നെറ്റ്വർക്കുകളിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വളരെ മോശമായിരിക്കുന്ന പ്രോഗ്രാമുകൾ വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില യുവാക്കൾ അതിൽ പെട്ടുപോകുന്നുണ്ട്, മുതിർന്നവരും പെട്ടുപോകുന്നുണ്ട്. അവരൊക്കെ വീട്ടിലുള്ളവർ നമ്മൾ കംപ്ലയിൻറ്റ് പറയാറുണ്ട്, പക്ഷെ അവർ ശ്രദ്ധിക്കാറില്ല. അള്ളാഹു എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല, ഭൗതികതയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്? നമ്മുടെ ഭൗതികമായിരിക്കുന്ന ആനന്ദത്തിൽ തേടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ കുർബാനി, ഈ ബലിപെരുന്നാൾ എന്നുള്ളത് ത്യാഗങ്ങൾ സമർപ്പിക്കാനുള്ളതാണ്. ഈ ആത്മാവ് ഉണ്ടാക്കാനാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രകടമാക്കാൻ വേണ്ടി, ആത്മാവ് പ്രകടമാക്കാൻ വേണ്ടിയാണ് നമ്മൾ വരേണ്ടത്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഹദ്റത്ത് ഹാജറ അലൈഹി സ്വലാം, ഹദ്റത്ത് ഇസ്മായിൽ അലൈഹി സ്വലാം ഏതെല്ലാം ത്യാഗങ്ങളാണ് സമർപ്പിച്ചത്, അതിൻ്റെ ആത്മാവാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ കുർബാനയുടെ പെരുന്നാൾ, ബലിപെരുന്നാൾ നമ്മൾ ആഘോഷിക്കുക. ഇത് ലോകത്ത് ഈ കാലത്ത് വലിയ പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇന്ന് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? ഭൗതികമായിരിക്കുന്ന ആ താല്പര്യങ്ങൾ, ഭൗതികമായിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളും, അപ്പോൾ അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദുഷിച്ചു പോവുകയാണ്. ആ ആഗ്രഹങ്ങളെ ത്യാഗം ചെയ്യുക എന്നുള്ളത്, നന്മയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു കുർബാനിയാണ്. ഇത് ബലിമൃഗത്തെക്കാൾ വലിയ കുർബാനിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാനിൽ അഹമ്മദികളുണ്ടെങ്കിൽ ലോകത്തുള്ള അഹമ്മദികൾ അവരവിടെ കുർബാന ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അവർ നന്മയിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ കുർബാൻ ചെയ്യാൻ വേണ്ടി ചെയ്യുക, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള കടപ്പാട് എന്നുള്ളതിന് വിട്ടുകൊണ്ട് ഇതിന് ശേഷം അള്ളാഹുവിൻ്റെ ഭയം ഉണ്ടാവുക, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുക എന്നുള്ളതിന് പറയുന്നത് സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുക എന്നുള്ളതും കൂടിയാണ്. സൃഷ്ടികളോടുള്ള നമ്മൾ കടമ നിറവേറ്റുക, അത് പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. മാതാപിതാക്കളുള്ള കടമ, സഹോദരന്മാരുള്ള കടമ, ഭാര്യ ഭർത്തൃ കടമ, അതുപോലെ മരുമകൾ അമ്മ കടമ, കുട്ടികളോടുള്ള കടമ, അയൽവക്കക്കാരോടുള്ള കടമ, സുഹൃത്തുക്കളോടുള്ള കടമ, നമ്മുടെ താമസിക്കുന്ന ആളുകളുള്ള കടമ, വിധവകളോടുള്ള കടമ, വൃദ്ധരോടുള്ള കടമ. ഇസ്ലാം എന്ന് പറയുന്നതും ശത്രുക്കളോടുള്ള കടമ പോലെന്ന് ഇസ്ലാം പറയുന്നു. ഇവർ വളരെ ശത്രുതയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്ലാമിന് വേണ്ടിയാണ് ചെയ്യുന്നത് ആണെന്ന് അവർ പറയുന്നത്. ഇസ്ലാം എന്താണ് എന്ന് അവർക്കറിയില്ല. എന്നിരുന്നാൽ നമ്മൾ അവർക്ക് കടമ നിറവേറ്റേണ്ടതാണ്. അതേപോലെ തന്നെ അടിമകളുടെയും മുസ്ലിങ്ങളോടുള്ള കടമകളെല്ലാം തന്നെ കടമകളുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നു മുസ്ലിങ്ങളാണെന്ന് പറയുന്നു, എന്നാലും ആ കടമ നിറവേറ്റണ്ടേ, അതുപോലും തന്നെ ഇവർ നിറവേറ്റുന്നില്ല. എന്നിട്ട് പറയും ഞങ്ങൾ വലിയ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഞങ്ങൾ അമുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാ അവകാശങ്ങളും ധ്വംസിക്കുകയാണ്. പക്ഷേ അള്ളാഹു പറയുന്ന ഇസ്ലാം നൽകിയിരിക്കുന്ന അധ്യാപനം എന്നുള്ളത് അത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുള്ളത് എന്താണ്? അത് മാതൃക കാണിച്ചത് എന്താണ്? അമുസ്ലിങ്ങളോടും അവരുടെ കടമ നിറവേറ്റണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള പല കടമകൾ യത്തീമുകളുടെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ആവശ്യക്കാരുടെ കടമകളുണ്ട്. യത്തീമുകളുടെ കടമകൾ നിറവേറ്റേണ്ടത് പൊതു മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ എല്ലാ കടയോടുള്ള കടമകളും അതെല്ലാം തന്നെ ധ്വംസിക്കുന്നവരായും പൊതു മുസ്ലിം സമൂഹം മാറിയിരിക്കുകയാണ്. അവരുടെ കടമ ഒന്നും നിറവേറ്റുന്ന നമ്മളും ഇതേപോലെ ആയിത്തീർന്നാൽ പിന്നെ നമ്മൾ എന്താണ് വ്യത്യാസമുള്ളത്? ഓരോ അഹമ്മദിയും പ്രത്യേകിച്ച് ഈ കടമകൾ നിറവേറ്റാൻ വേണ്ടി പ്രത്യേകമായി ശ്രമിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ത്യാഗം ചെയ്യാൻ കഴിയുന്നില്ല, ബലിയിറക്കാൻ കഴിയുന്നില്ല പാകിസ്ഥാൻ മറ്റു സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞ് അസ്വസ്ഥരാവേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ കടമ നിറവേറ്റാൻ കഴിയുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ അസ്വസ്ഥരാകേണ്ട ഒരു കാര്യമില്ല. പള്ളികളിൽ ജമാഅത്തായിട്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് അസ്വസ്ഥരാകേണ്ട നിങ്ങൾ. ഇതെല്ലാം തന്നെ നമ്മൾ സൃഷ്ടികളോടുള്ള കടമ നമ്മൾ നിറവേറ്റുകയാണെങ്കിൽ
ആ ആ സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റൽ ചിലപ്പോൾ ഇബാദത്തുകളായി മാറുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിന് പാത്രമാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, ഇങ്ങനെയുള്ള കടമകളൊക്കെ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതും. ഇതേപോലെ തന്നെ നമ്മുടെ കൂറ് പുലർത്തുന്നത്, അത് എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവോടുള്ള കൂറ് പുലർത്തുന്നത്, അതിൽ മുന്നേറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. പരസ്പരമുള്ള കടമകൾ നിറവേറ്റുന്നതിൻ്റെ അതേപോലെ തന്നെ നമ്മൾ കൂറ് പുലർത്തുന്നത് കാര്യത്തിൽ നമ്മൾ നിലവാരം ഉയർത്തേണ്ടതാണ്. വിശ്വാസി സഹോദരന്മാരാണ് പരസ്പരം വിശ്വാസികൾ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആ വിഷമം നമ്മളുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ബയ്യത്തിൻ്റെ ആ ഉടമ്പടി നമ്മൾ നിറവേറ്റാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കടമ നിറവേറ്റുന്ന സമയത്ത് ഹദീസിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ വിശ്വാസികളെ പരസ്പരം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തോടും കൂടി മുസ്ലിയാശികൾ പരസ്പരം വർദ്ധിക്കേണ്ടതാണ്. പരസ്പരം നിർമ്മതയോടുകൂടി നിങ്ങൾ പെരുമാറേണ്ടതാണ്. ഒരു ശരീരത്തിലെ ഒരു ഭാഗത്ത് മുറിവേറ്റാൽ പൂർണ്ണമായിട്ടും ശരീരം അസ്വസ്ഥമാകുന്നു, ഉറക്കമില്ലാതായിത്തീരുന്നു. ഇങ്ങനെ ആയിരിക്കണം വിശ്വാസികൾ തമ്മിലുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾ പരസ്പരം മറ്റുള്ളവരെ കടമ നിറവേറ്റുന്ന കാര്യത്തിൽ, മറ്റുള്ള അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയുണ്ടായി. ഇങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ആ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്ന സ്ഥാനത്തെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എത്രമാത്രം നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നു ചിന്തിക്കുക. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടാറില്ല. നിങ്ങൾ മൃഗബലി നടത്തി എന്നുള്ളത് മാത്രം തൃപ്തിപ്പെടുക്കില്ല. പല കടമകളും അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്, പല കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നത് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയെല്ലാം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ അള്ളാഹുവിൻ്റെ ഫളിൻ്റെ അവകാശങ്ങളെ നമ്മൾ മാറുന്നതാണ്. ഒരു റിവായത്തിൽ വരുന്നു, ഹസ്രത്ത് അനസ് റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ആരും മുഅ്മിനായിരിക്കുകയില്ല ഏതൊരു സഹോദരന് തനിക്ക് ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം. ഇത് ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുക എന്നുള്ളത് അത് ത്യാഗം ചെയ്യാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള വികാരം നമ്മളിലുണ്ടെങ്കിൽ അപ്പോഴേ നമുക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അൻസാറുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഈ ഒരു ബന്ധം, ആ ഒരു സ്നേഹം, അത് അവർ മുഹാജിരീങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സർവ്വതും സമർപ്പിച്ചിരുന്നു. അവരുടെ പ്രവൃത്തി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു എടുത്ത് പറയുകയും ചെയ്തു. അത്ര ഇഷ്ടപ്പെട്ടിരുന്നു അള്ളാഹുവിന്. ആ ത്യാഗങ്ങൾ അള്ളാഹു എത്രമാത്രം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ അതൊരു മാതൃകയെ അള്ളാഹു സമർപ്പിക്കുകയാണ്. ഇതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഏതുവരെ നിങ്ങൾ വിശ്വസിക്കാത്തിടത്തോളം കാലം, നിങ്ങൾ വിശ്വാസം കരസ്ഥമാക്കുകയില്ല ഏതുവരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നില്ലയോ. വിശ്വാസത്തെ പരസ്പരം സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, അത് നിങ്ങൾ ചെയ്യുകയാണ് പരസ്പരം നിങ്ങൾ സ്നേഹിക്കുന്നവരായിത്തീരുന്നതാണ്. അത് പരസ്പരം നിങ്ങൾ അസ്സലാം ചൊല്ലുക, അസ്സലാമു അലൈക്കും എന്ന് പറയുക, പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി സലാം വർദ്ധിപ്പിക്കുക. ഇത് അല്ലാഹു സ്വർഗത്തിൽ പോകാനുള്ള മാർഗമായിട്ടാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറുന്നതാണ്. നമ്മൾ പരസ്പരം സലാം ചെല്ലുന്നവരാണെങ്കിൽ അവർ അങ്ങോട്ട് തർക്കിക്കുകയില്ല. സലാം എന്നുള്ളത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ഇത് ഒരു സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം ഇത് സൃഷ്ടിക്കുന്ന സലാം പറയുന്നതിലൂടെ. ഇതായിക്കഴിഞ്ഞാൽ നാം അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി മാറും. ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യവും ത്യാഗമില്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. വലിയ ത്യാഗത്തിൻ്റെ ആവശ്യമുണ്ട് ഇതൊക്കെ ചെയ്യാൻ. അഹമ്മദീയകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ മറ്റുള്ള അവകാശം ധ്വംസിക്കുന്നതിന് നമ്മൾ മാറില്ല. ത്യാഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ കടമ നിറവേറ്റുന്നവരെ നമ്മൾ മാറുന്നതാണ്. അത് മുഖേന നമുക്ക് പാരത്രിക സ്വർഗം ലഭിക്കുമെന്ന് മാത്രമല്ല, ഈ ലോകത്തും സ്വർഗീയമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നവരായി നമ്മൾ മാറുന്നതാണ്.
ഈ കാലത്ത് പ്രത്യേകിച്ച് അഹമ്മദികൾക്ക് എല്ലാ വെറുപ്പുകളും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സാഹോദര്യത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളുടെ സമൂഹത്തെ തകർത്തുന്ന ഒരു അവസ്ഥ ശത്രുക്കൾക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി നമ്മൾ മാറിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പരസ്പരം സ്നേഹവും വർദ്ധിപ്പിക്കുക, സമാധാനത്തിന് സന്ദേശം നൽകുക. ഇതായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഫളിലിൻ്റെ അവകാശികളായി നമ്മൾ മാറുന്നതാണ്. ഇതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. നമ്മളിൽ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഫളിൽ കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹുവിനോട് കൂറ് പുലർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ കടമകൾ നിറവേറ്റിക്കൊണ്ട് നമ്മൾ മാറേണ്ടതാണ്. അങ്ങനെ കൂറ് പുലർത്തുന്നവരായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അപ്പോഴാണ് നമ്മളെ അള്ളാഹുവിൻ്റെ ഫളിലിൻ്റെ അവകാശികളാക്കി മാറ്റുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ അവകാശികളെ നമ്മൾ മാറ്റും. അപ്പോൾ നമുക്കൊരു സുന്ദരമായിരിക്കുന്നൊരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. അവർ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നൊരു സമൂഹമായി മാറുന്നതാണ്. ഈ കാര്യങ്ങൾ യഥാർത്ഥ ത്യാഗത്തിലേക്കാണ് നമ്മളെ കൊണ്ട് വിളിക്കുന്നത്. അള്ളാഹു പറയുന്നു, കുർബാനികൾ നിങ്ങൾ ചെയ്യുക, ത്യാഗങ്ങൾ ചെയ്യുക, അവിടെ നിങ്ങളെ തഖ്വയാണ് എന്നിലേക്ക് എത്തിക്കുക. നിങ്ങൾ രക്തമല്ല, നിങ്ങൾക്ക് ബലിമൃഗത്തെ തടയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തഖ്വയുടെ സ്ഥാനം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക, അതിൻ്റെ ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ഫളിൽ അത് മുഖേന നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. എപ്പോഴും തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് തഖ്വയിൽ മുന്നേറിക്കൊണ്ട് ഉള്ളവരായി നമ്മൾ മാറേണ്ടതാണ്. അതിർത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് തഖ്വയെ സംബന്ധിച്ച് പറയുന്നു, എല്ലാ നന്മയും സ്വീകരിക്കപ്പെടുന്നത് അതിൽ തഖ്വ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. പറയുകയുണ്ടായി, ജീവിതം ഒരു ഐസിൻ്റെ കഷ്ണം പോലെയാണ്. അത് എത്ര നിങ്ങൾ വെച്ചാലും അതിങ്ങനെ ഉരുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജീവിതം നമുക്ക് നൽകുന്നതല്ല, ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ജീവിതം. നമ്മളിൽ തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരെ നമ്മൾ ഓർക്കുക. അങ്ങനെ നമ്മുടെ ത്യാഗങ്ങൾ, ബലികൾ അപ്പോഴാണ് സ്വീകരിക്കപ്പെടുക. കുർബാന ചെയ്തുകൊണ്ടോ കുർബാന ചെയ്യാത്തവരായി നമ്മൾ മാറരുത്. ബാഹ്യമായി നമ്മൾ ബലി ചെയ്യുന്നുണ്ടായിരിക്കും. ആ കുർബാനകൾ അത് മൃഗങ്ങളെ ബലി അർപ്പിക്കുന്നത് കൊണ്ടും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. കാരണം അതിൽ തഖ്വ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അള്ളാഹുവിന് വേണ്ടി നമ്മളെല്ലാ പ്രവൃത്തിയും തന്നെ ചെയ്യേണ്ടതാണ്. അള്ളാഹു പറയുന്നു, വിനയം കൈക്കൊള്ളിക്കുന്നവർക്ക് സൗവാർത്ത നൽകുക. നിങ്ങൾ വിനയം കൈക്കൊള്ളുകയാണെങ്കിൽ, ആരാണോ വിനയം കൈക്കൊള്ളുന്നത് അവർ അള്ളാഹുവിൻ്റെ ഫളിലിൻ്റെ അനുഗ്രഹാവകാശികൾ മാറുന്നതാണ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് വിനയം കൈക്കൊള്ളുന്നവർ അള്ളാഹുവിൻ്റെ ഫളിലിൻ്റെ ഉടമസ്ഥരായി അവർ മാറുന്നതാണ്. അവർക്ക് അള്ളാഹു സ്വാർത്ഥ നൽകിയിട്ടുണ്ട്. നമസ്കാരം നിലനിർത്തുന്നവരാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ ഫളിലിൻ്റെ അവകാശികളായിത്തീരുന്നതാണ്. ദരിദ്രരെ ഭക്ഷണം നൽകുന്നവർക്ക് അവർക്ക് അള്ളാഹുവിൻ്റെ ഫളിലിൻ്റെ അവകാശികളായിത്തീരും. ദീനിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളുകൾ, ഖുർബാൻ ചെയ്യുന്നവർ, അവർ അള്ളാഹുവിൻ്റെ ഫളിലിൻ്റെ അവകാശികളായിത്തീരുന്നതാണ്. തഖ്വയിൽ മുന്നേറിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നവരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ ഫളിലിൻ്റെ അനന്തരാവകാശികളായിത്തീരുന്നതാണ്. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ, കുർബാനകൾ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുന്നതാണ്. കുർബാന ചെയ്യുന്നവർ അവരുടെ തെറ്റായ നീയത്ത് കാരണമായി അവരുടെ കുർബാനികളൊക്കെ തിരിച്ചല്ലാഹു അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജമാഅത്തുണ്ടാക്കിയിരുന്നു. അതിൽ ഓരോരുത്തരും തന്നെ പരിശുദ്ധ ഹൃദയമുള്ളവരായിരുന്നു. അവരുടെ ജീവനെ ദീനിന് വേണ്ടി അവർ ത്യജിച്ചിരുന്നു. ഒരാൾ പോലും അവരിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അവർ കാപട്യമുള്ളവരുണ്ടായിരുന്നില്ല. എല്ലാവരും സൃഷ്ടികളോടുള്ള കടമയും സൃഷ്ടാവിനോട് കടമയും നിറവേറ്റുന്നവരായിരുന്നു. അതുകൊണ്ട് ഓർക്കുക, ഈ ജമാഅത്തിലുള്ളവർ, അത് അഹമ്മദിയ ജമാഅത്തിനും തന്നെ അംഗീകരിക്കുന്നവരെ സംബന്ധിച്ച് പറയുന്നത്, അങ്ങനെയുള്ളവരുടെ മാതൃക പിൻപറ്റാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സഹാബാക്കളുടെ നിറം സ്വീകരിക്കാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. കാപട്യത്തോടുകൂടി ആരാ ജീവിക്കുന്നത്, അവർ ഈ ജമാഅത്തിൽ നിന്ന് മുറിക്കപ്പെടുന്നതായിരിക്കും പറയുകയുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാനത്തെ നിങ്ങൾ സൃഷ്ടികളെ
ഈ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത്. ഖുർബാനിൽ നിന്ന് ഇതെല്ലാം തന്നെ മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് ഖുർബാനികൾ എന്നുള്ളത് ഇതെല്ലാം തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഉപദേശങ്ങളെ അള്ളാഹു ഓർമ്മ വെക്കുക. അതിന് അള്ളാഹുവിനെയും മരണത്തെയും മറന്നവരെ പോലെ നിങ്ങളായിത്തീരരുത്. അള്ളാഹുവിൻ്റെ വചനത്തിൽ ഇത് സംബന്ധമായി പറയുന്നുണ്ട്. അള്ളാഹു അസ്തഖു സാദിഖ് സത്യസന്ധനായ അള്ളാഹു റസൂലുള്ളാഹിയോട് പറയുന്നു, ഇവരോട് പറയുക, എൻ്റെ നമസ്കാരവും എൻ്റെ ഇബാദത്തുകളും എൻ്റെ ഖുർബാനികളും എൻ്റെ ജീവനും എൻ്റെ മരണവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അവൻ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് വേണ്ടിയാകുന്നു. അതുകൊണ്ട് ജീവനം മരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയുണ്ട്. അതുകൊണ്ട് ആ ത്യാഗത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇബാദത്തിൻ്റെ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുന്നതാണെങ്കിൽ നമുക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ആരാണോ തൻ്റെ ത്യാഗത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ത്യാഗം ചെയ്യുന്നത്, കുർബാന ചെയ്യുന്നത്, അവർക്ക് അവരുടെ ജീവനും മക്കളെയും തൻ്റെ മരുമക്കളെയും എല്ലാം തന്നെ ത്യാഗം ചെയ്തു എന്ന് മനസ്സിലാക്കുക. അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇബ്രാഹിമിന് ലഭിച്ചിരിക്കുന്ന പ്രതിഫലം പോലെ അവർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സയ്യിദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ നേതാവും ഖാതമുൽ അംബിയായുമായിരിക്കുന്ന പ്രവാചകൻ പറയുകയുണ്ടായത്, എല്ലാ സത്യവാനായ ആ പ്രവാചകന് ഈ അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നത് അവർക്ക് ആ ത്യാഗങ്ങളെല്ലാം തന്നെ അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ത്യാഗങ്ങൾ, അത് ബലാകളെ അകറ്റുന്നതായിരിക്കും. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നതാണ്. അള്ളാഹു ആ പ്രവാചക അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ഈ വചനങ്ങളിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർബാനിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമായി നമുക്ക് മുമ്പാകെ വിവരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദുഃഖം എന്ന് പറയട്ടെ, പലരും തന്നെ ഈ രഹസ്യങ്ങളെക്കുറിച്ച്, ഈ രഹസ്യജ്ഞാനങ്ങളെക്കുറിച്ച് അറിയുകയില്ല, അതിനെ പിൻപറ്റുകയും ചെയ്യുന്നില്ല. അവർ പറയുന്ന ഈദ് എന്ന് പറഞ്ഞാൽ വെറും തിന്നലും കുടിക്കുകയും കുളിക്കലും പുതിയ വസ്ത്രം ധരിക്കലും മാത്രമാണ്. അതല്ലാതെ മറ്റൊന്നും അതിൻ്റേതായിരിക്കുന്ന രഹസ്യ ജ്ഞാനം എന്താണെന്ന് അവർക്കറിയില്ല. അവർ കുടുംബങ്ങളും അതേപോലെ തന്നെ അവരുടേതായിരിക്കുന്ന വേലക്കാരും എല്ലാം തന്നെ വളരെ വസ്ത്രമണിഞ്ഞ് നമസ്കാരത്തിന് പോവുക എന്നുള്ളത് മാത്രമായി അവർ മനസ്സിലാക്കുന്ന അതാണ് എന്നുള്ളതാണ് ഈദിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. അവർ ഭക്ഷണത്തിൽ അവർ വലിയ സന്തോഷിക്കുന്നു. പെരുന്നാളിൽ അങ്ങനെ നല്ല നല്ല വസ്ത്രങ്ങൾ ഉന്നത വസ്ത്രങ്ങൾ അണിയുന്നു. അങ്ങനെ സമൂഹത്തിന് കാണിക്കാൻ വേണ്ടി ഇതാണ് പെരുന്നാളെന്ന് കാണിക്കാൻ വേണ്ടി. എന്നാൽ കുർബാനി എന്താണെന്ന് അവരില്ല. എന്തിനാണ് മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നത് എന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് ബാഹ്യമായിട്ട് ഭക്ഷണത്തിലും ദാവത്തുകളും വസ്ത്രധാരണത്തിലും അതാണ് നമ്മൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഇതിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്തിനാണ് കുർബാനി എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ മസീഹ് അലൈഹി സ്വലാം നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് കുർബാനി, എന്തിനാണ് ഈ കുർബാനിയുടെ ഈ ഈദ് വെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ആരെങ്കിലും കുർബാനി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫലം ലഭിക്കുന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കാത്തവർ അവർ ഭൗതികമായിരിക്കുന്ന കുർബാനികൾ ചെയ്യുന്നു. അങ്ങനെ അവർ മനസ്സിലാക്കുന്നത് ഈദിൻ്റെ യഥാർത്ഥ കടമ നിറവേറ്റി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. ഈദിൻ്റെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തമാക്കുന്നത് നമ്മുടെ നഫ്സിനെ കുർബാൻ ചെയ്യുമ്പോഴാണ്, നമ്മുടെ ഇസ്ലാം വരുത്തുന്നതാണ്, നമ്മുടെ ഇബാദത്തിൻ്റെ കടമ നിറവേറ്റുമ്പോഴാണ്, അള്ളാഹുവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റുമ്പോഴാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ആ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി തീരുക. ഇതിനു വേണ്ടിയാണ് അള്ളാഹു ഈ കുർബാനിയുടെ ബലിപെരുന്നാൾ എന്നത് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. വസ്ത്രം ധരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല ഈദിൻ്റെ ഉദ്ദേശം. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ ഈദ് ആഘോഷിക്കുന്നവരായി മാറുന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഫളിൻ്റെ ഉടമസ്ഥരായി നമ്മൾ മാറുന്നതാണ്. അള്ളാഹു നമ്മുടെ പെരുന്നാൾ കാണിക്കാനുള്ള ഈദാകാതിരിക്കട്ടെ. ക്രിസ്റ്റിയോടുള്ള കടമയും സൃഷ്ടാവിനോടുള്ള കടമയും നിറവേറ്റുന്ന ഈദായി മാറട്ടെ. അള്ളാഹുവിൻ്റെ ഫളിലേക്ക് കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറട്ടെ. നമ്മൾ ഈദ് മാറട്ടെ. ദുആ ചെയ്യുക. ശുഹദാക്കളുടെ കുട്ടികളെ നിങ്ങൾ ഓർക്കുക. ദുആ ചെയ്യുമ്പോൾ അവർ ത്യാഗം ചെയ്തവരാണ്. അവരെ അള്ളാഹു തൻ്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. അവരുടെ മക്കളെ അവർക്കും
യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുമാറാകട്ടെ. അവരുടെ പ്രിയപ്പെട്ടവർ ഏതെല്ലാം ത്യാഗങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്, അത് ഭൗതിക ലോകത്തിന് വേണ്ടിയല്ല ചെയ്തത്, ദീനിന് വേണ്ടിയാണ് അവർ കുർബാൻ ചെയ്തിരിക്കുന്നത്. ആ ദീൻ കരസ്ഥമാക്കാൻ വേണ്ടി നമ്മളും പരിശ്രമിക്കേണ്ടതാണ് എന്ന് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ തടവിലുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക, അവർക്ക് അല്ലാഹു വേഗം മോചനം നൽകുമാറാകട്ടെ. പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തമായിരിക്കുന്ന നിയമങ്ങളാണ്, പല വിലക്കുകളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ വിലക്കുകളൊക്കെ ദൂരീകരിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ തുറന്ന രീതിയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു അവിടെ നൽകുമാറാകട്ടെ. എല്ലാ തടസ്സങ്ങളും നീക്കട്ടെ. ഭൗതിക രീതിയിലുള്ള കുർബാനകൾ ചെയ്യാനും ബലി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കി ഈ കുർബാന എന്തിനാ ചെയ്യുന്നതെന്നുള്ള ആത്മാവ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ഞങ്ങൾ ഭൗതികമായിരിക്കുന്ന ഈ അറുക്കുന്നവരാവാതെ ആത്മീയമായി അറുക്കുന്നവരായി നമ്മൾ മാറട്ടെ. ഇതായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥാനത്തെത്തുന്നവരായി തീരും. അള്ളാഹു നമ്മളെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നമ്മൾ എത്തുന്നതാണ്. അതിന് വേണ്ടിയാണ് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്തിൽ നമ്മൾ വന്നിരിക്കുന്നതും. അള്ളാഹുവിന് ഇത് കടമ നിറവേറ്റാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് മാറാകട്ടെ. അള്ളാഹു ഈ ലക്ഷ്യം യഥാർത്ഥ രീതിയിൽ കരസ്ഥമാക്കുന്ന അല്ലാഹു നമ്മളെ മാറ്റട്ടെ. അങ്ങനെ അള്ളാഹിൻ്റെ ഫളിൻ്റെ ഉടമസ്ഥരായി അല്ലാഹു നമ്മളെ മാറ്റട്ടെ. ഇതോടൊപ്പം തന്നെ ഞാൻ ലോകത്തുള്ള ഖുതുബ കേൾക്കുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും ഈദ് മുബാറക്ക് എന്ന് പറയുന്നു. അള്ളാഹു ഈദിനെ എല്ലാ തരത്തിലും ചെയ്യുമാറാകട്ടെ. വെറും ബാഹ്യമായ ഒരു മുബാറക് ബാദല്ല, നമ്മുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ യഥാർത്ഥ അനുഗ്രഹത്തിന് ഉടമസ്ഥരാക്കി അള്ളാഹു നമ്മൾ ഓരോരുത്തർമാരാകട്ടെ. ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.